ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ HSST VHSC എക്സാമുകൾ അല്ലെ, അതിന്റെ ഒരു സീസൺ കഴിഞ്ഞു. LP-UPയുടെ എക്സാം കഴിഞ്ഞു. റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് അല്ലെ. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചു പേർക്കൊക്കെ മെസ്സേജുകളൊക്കെ വരുന്നുമുണ്ട് അല്ലെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സൈക്കിൾ എന്ന് പറയുന്നത് HSA എക്സാമുകളാണ് അല്ലെ. ഇപ്പൊ VHSC HSST എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നേറാൻ പറ്റാത്തവരുണ്ട് അല്ലെ. അപ്പൊ ടോസ് അക്കാഡമിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള റിസൾട്ടുകളാണ് HSST VHSC എക്സാമുകൾ ടോസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് നേടിയെടുത്തിരിക്കുന്നത് അല്ലെ. മുൻപന്തിയിലുള്ള റാങ്കുകൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾ, ടോസ് അക്കാഡമിയിലെ കുട്ടികൾ നേടിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ടോസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടോസ് അക്കാഡമി. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റും കേട്ടറ്റും ഒക്കെ ആയിട്ട് ടോസ് അക്കാഡമിനെ അറിയാം. ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് HSST VHSC എക്സാം ആയിരുന്നു ഇത് അല്ലെ. അപ്പൊ അതിൽ തന്നെ ഒരു നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് HSA എക്സാംസിന്റെ ഒരു സൈക്കിൾ ആണ് അല്ലെ. അപ്പൊ HSA എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും, പ്രത്യേകിച്ച് ഫിസിക്കൽ സയൻസിലെ സ്റ്റുഡൻസ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ് അല്ലെ. ഒത്തിരി പേര് സബ്സിഡിയറി സബ്ജക്റ്റിലൊക്കെ ഇഷ്യൂസ് ഉള്ളവർ ഒത്തിരി ടെൻഷനോട് കൂടി നോക്കി നിൽക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് HSA ഫിസിക്കൽ സയൻസിന്റെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് ഡിസംബർ ജനുവരി മാസത്തിൽ തീർച്ചയായിട്ടും HSA ഫിസിക്കൽ സയൻസ് അടക്കമുള്ള HSAയുടെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റില് ഓൾറെഡി ടോസ് അക്കാഡമിയിൽ HSAയുടെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഡിസംബർ സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള ഒരു ഉറപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസംബർ സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, HSA പോലുള്ള എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ LP-UP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സബ്ജക്റ്റുമായിട്ടൊക്കെ ടച്ച് ഉണ്ട്. ഡെയിലി വേജിന് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു 2-2.5 മാസത്തെ ഒരു പ്രിപ്പറേഷനിൽ തന്നെ ഒരു നല്ല റിസൾട്ടിലേക്കൊക്കെ കയറി വരാൻ പറ്റുന്നവരുണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് ജനറൽ PSC ഒക്കെ ആയിട്ട് ടച്ച് ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് അത് ഒരു LP-UP എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ടാത്ത ഒരു എക്സാം ആണ് അല്ലെ. എന്നാൽ HSA എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നല്ല പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ HSA എക്സാംസ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, HSA ഇപ്പൊ ഫിസിക്കൽ സയൻസ് വരികയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെ, 2 സബ്ജക്റ്റും പഠിക്കണം. BEdന്റെ ടോപ്പിക് കുറച്ച് ജനറൽ ടോപ്പിക് ഏരിയ. അപ്പൊ ഒരു വൈഡ് സിലബസ് ആണ്. ഏത് HSAയുടെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് അല്ലെ, ഏത് പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതില് ഒരു നല്ല പ്രിപ്പറേഷൻ കൊടുക്കാൻ ടൈം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഡിസംബർ സ്പെഷ്യൽ ബാച്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഭാഗം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നമുക്ക് സബ്ജക്റ്റ് പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവർ 7510555485 എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കോച്ചിങ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറച്ച് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിലപ്പുറമായിട്ട് കുട്ടികളുമായിട്ട് ഒരു പേഴ്സണൽ കോണ്ടാക്ട് ടോസ് അക്കാഡമിയുടെ എല്ലാ ഫാക്കൽറ്റീസും അവരെ പഠിപ്പിക്കുന്നവര് നിങ്ങളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലാസ് എടുക്കുന്നതും അതേ ടീച്ചേഴ്സിന്റെ ഫോളോ അപ്പ് ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ്സിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നത്, അതേ രീതിയിലാണ് ടോസ് അക്കാഡമി ഇവിടുത്തെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡെമോ സെഷൻ ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. പ്രത്യേകിച്ച് HSA എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടെ ഡിഗ്രി ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും. മലയാളത്തിലാണ് സബ്ജക്റ്റിന്റെ എക്സാംസ് വരുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം മലയാളത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എടുത്തു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം ഫോളോ ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ടേമുകളും ഒക്കെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇവിടുത്തെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഡെമോ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഡെമോ സെഷൻ കണ്ട് നിങ്ങൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഫീ പേയ്മെന്റ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. നമ്മൾ ലൈവ് സെഷൻസ് വിളിക്കും.
അത് എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള പബ്ലിക് ഹോളിഡേയ്സിൽ വൈകുന്നേരം സമയങ്ങളിലായിരിക്കും നമ്മൾ വെക്കുക റെക്കോർഡഡ് ക്ലാസ്സുകൾ. അതിന്റെ ലൈവ് ക്ലാസ്സുകൾ, അതിന്റെ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ കൂടുതലും കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നത്. ഡൗട്ട് ക്ലിയറൻസിന് മറ്റുമായിട്ടാണ് നമ്മൾ കൂടുതലും ലൈവ് സെഷൻസ് ഉൾപ്പെടുത്തുക. അപ്പൊ ലൈവ് സെഷൻസിന്റെ റെക്കോർഡും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ കണ്ടന്റുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 100% ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ, മന്ത്ലി റിവിഷൻ ടെസ്റ്റുകൾ, അസൈൻമെന്റ്സ്, PYQ ഡിസ്കഷൻസ്, ലൈവ് ഓറിയന്റേഷൻ സെഷൻസ് എല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. പേഴ്സണൽ മെന്ററിങ് ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ്. ഇപ്പൊ ടോസ് അക്കാഡമിയിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥികളും ഇവിടെ നമ്മൾ കേട്ടിട്ട് സെറ്റിന്റെ ഒക്കെ കോച്ചിങ് എടുത്തു കൊടുത്തിട്ട് മറ്റൊരു എക്സാം വരുമ്പോൾ വേറൊരു ഓപ്ഷൻ പോലും ചിന്തിക്കാതെ കുട്ടികൾ ടോസ് അക്കാഡമിയിലേക്ക് തന്നെ ഇതേപോലുള്ള ടീച്ചിങ് റിലേറ്റഡ് എക്സാംസിന് വരുമ്പോൾ നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട് അല്ലെ, അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ കെയർ തന്നെയാണ് ഈ കുട്ടികളെ തിരിച്ചും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ടോസ് അക്കാഡമിയിലെ ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, നമ്മൾ പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് അല്ലെ. നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുമായിട്ട് അത്രയും റാപ്പോർട്ട് കീപ്പ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് തരുന്നത്. അതേപോലെ തന്നെ സബ്ജക്റ്റിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ടീച്ചിങ് എക്സ്പീരിയൻസുകളും കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്തവരൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും, പെർഫോമൻസ് അനാലിസിസ് ഉണ്ടായിരിക്കും, നമ്മുടെ ആപ്പ് വഴിയായിരിക്കും ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് എക്സാം വരെ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഈവൻ പേയ്മെന്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ടോസ് അക്കാഡമി തീർച്ചയായിട്ടും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തീർച്ചയായിട്ടും വേറിട്ട് നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കാഡമി തന്നെയാണ് ടോസ് അക്കാഡമി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും HSAയുടെ എക്സാമുകൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എക്സാം ആണ്. പ്രത്യേകിച്ച് HSA ഫിസിക്കൽ സയൻസ് ഒക്കെ 8 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. മറ്റുള്ള സബ്ജക്റ്റുകളൊന്നും അത്രയും ആയിട്ടില്ല എങ്കിൽ കൂടി ആ ഒരു സൈക്കിൾ കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഇനി ഒരു ചാൻസ് എന്ന് പറയുന്നത് 4-5 കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും അല്ലെ. അതും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഇനി മുന്നോട്ട് HSA, ഈ ഒരു HSA എന്തായാലും ഉണ്ടായിരിക്കും അല്ലെ. ഇനി മുന്നോട്ടുള്ള HSAയുടെ കാര്യങ്ങൾ എന്താണ് അല്ലെ, നമ്മുടെ സ്റ്റാഫ് ഫിക്സേഷനും പുതിയ NEP നയമൊക്കെ വരുമ്പോൾ എന്ത് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ. ഇതുവരെ അതിനെക്കുറിച്ച് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി ഒരു HSA അല്ലെങ്കിൽ ഇനി ഒരു HSST അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒരാശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ ഇതാണ് ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ LPUP ക്രാക്ക് ചെയ്തവരും തീർച്ചയായിട്ടും അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ HSAക്കും ഇനി വരുന്ന HSTക്കും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും ഹയർ ആയിട്ടുള്ള ജോലി തന്നെ മേടിച്ചെടുക്കാൻ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പൊ ടോസ് അക്കാഡമിയിലെ ഡിസംബർ സ്പെഷ്യൽ ബാച്ച് ഡിസംബർ 1 തന്നെ നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകൾക്കായിരിക്കും നമ്മളിവിടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആയിരിക്കും. 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻസ് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.